നെക്സ്റ്റ് ട്രാൻസ്ഫോമേഴ്സ് മൂവി ഡയറക്റ്റ് ചെയ്യുന്നത് മൈക്കിൾ ബേ ആയിരിക്കും. അതായത് നമ്മളുടെ OG ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടല്ലോ, ട്രാൻസ്ഫോമേഴ്സ് 1, 2, 3 അതൊക്കെ ഡയറക്റ്റ് ചെയ്ത ഈ പറയുന്ന മൈക്കിൾ ബേ തന്നെ ആയിരിക്കും ഈ വരുന്ന അടുത്ത സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് ഭയങ്കര ഹോപ്പാണ്. കാരണം ഇടയ്ക്ക് കുറേ അധികം സിനിമകൾ ട്രാൻസ്ഫോമേഴ്സിന് വൻ ശോകമായിരുന്നു. വൻ ശോകം എന്ന് വെച്ചാൽ വൻ ശോകം. അത് VFX ആയാലും എല്ലാം കൊണ്ടും വൻ ശോകം, സ്റ്റോറി കൊണ്ടായാലും വൻ ശോകമായിരുന്നു. പിന്നെ ഇറങ്ങിയ അവസാനം റിലീസായ ഒരു ട്രാൻസ്ഫോമേഴ്സും പിന്നെ ട്രാൻസ്ഫോമേഴ്സ് 1 എന്ന് പറയുന്ന അനിമേഷൻ സിനിമയാണ് കുറച്ച് നല്ല സിനിമ എന്ന് പറയാനായിട്ട് പറ്റുക. അപ്പോൾ ഇനി വരാനായിട്ട് പോകുന്നത് ഒരു എൻറ്റയർലി ന്യൂ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ന്യൂ ടൈം ലൈൻ ആയിരിക്കും. നമ്മൾ ഇതുവരെ കണ്ട ഒരു ട്രാൻസ്ഫോമേഴ്സേ ആയിരിക്കില്ല എന്നാണ് ഇപ്പം പറഞ്ഞിട്ടുള്ള റൂമേഴ്സ് അല്ലെങ്കിൽ കേട്ട റൂമേഴ്സ്. എനിക്ക് പേഴ്സണലി തോന്നി അല്ലെങ്കിൽ ആഗ്രഹമുള്ളൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു OG കാസ്റ്റ് ഉണ്ടല്ലോ ട്രാൻസ്ഫോമേഴ്സ് 1 ഇപ്പം ഈ പറയുന്ന OG കാസ്റ്റ് ഉണ്ടല്ലോ ട്രാൻസ്ഫോമേഴ്സ് 1 അവരൊക്കെ ഉള്ള ഒരു കിടിലൻ സാധനം സെറ്റ് ചെയ്താൽ നന്നായിരിക്കും. കാരണം ട്രാൻസ്ഫോമേഴ്സിൻ്റെ കുറേ അധികം സ്റ്റോറി ലൈനുകൾ ഇനിയും എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. ഇവർ ആവശ്യമില്ലാണ്ട് കുറേ കൂതറ സാധനം സെറ്റ് ചെയ്ത് അത് നശിപ്പിച്ച് വെച്ചേക്കായിരുന്നു. പിന്നെ അവസാനം ഇറങ്ങി, അതായത് അത് ഒരു പ്രീക്വലായിട്ടാണ് അത് ഇറക്കിയത്. അപ്പം അത് നൈസ് സ്റ്റോറിയായിരുന്നു. അതേപോലെ നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത കുറച്ചധികം സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യായിരിക്കും നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ബ്രാൻഡ് ന്യൂ സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മൾ ഇതുവരെ കണ്ട കാസ്റ്റ് ഒന്നും കാണില്ല. ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ഏതെങ്കിലും ഒരു സൈഡ് ആയിരിക്കും ഈ പറയുന്ന പ്രീക്വലോ എല്ലാം ആയിരിക്കും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ്. ട്രാൻസ്ഫോമേഴ്സിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾക്ക് എന്താണ് മൈക്കിൾ ബേ ഈ വരാൻ പോകുന്ന സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതിനെ പറ്റി ഒപ്പീനിയൻ?